അപ്പൊ നമ്മുടെ കൊച്ചു നല്ല അടിപൊളിയായിട്ട് മുട്ടക്കുട്ടിയായിട്ട് ചന്ദനമൊക്കെ തേച്ചിട്ടിരിക്കുകയാണ്. അല്ലേ കൊച്ചു? എവിടെ കൊച്ചു? ഇരിക്കൂടാ കൊച്ചു. അയ്യോ, കൊച്ചു ആള് സ്റ്റീൽ ബോഡിയൊക്കെ കാണിച്ചിട്ട് ഇന്ന് കൊച്ചുവിന്റെ ഒരു പരിപാടിക്ക് പോകണം. മുടിനിയൊക്കെ വെട്ടാൻ വേണ്ടി നമ്മ പഴനിക്ക് പോണേ ടൈം വരെ. ഇല്ലടാ കൊച്ചുകുട്ടി, എവിടെ നോക്കട്ടെ? ഇല്ലേ മേമ ചിരിക്കുന്ന ചിരി. അവൻ ഭയങ്കര ഉദ്ദേശിക്കാരനാണ്. ശരിയടാ, നീ കളിക്ക്. എടാ നീ മുണ്ടെടുക്കണല്ലേ? ഇതാ മുണ്ടെടുക്കാണ്ട് എടുത്ത് നിൽക്കണു. മറ്റേ മുണ്ടെടുത്തോ. അയ്യേ, ഇവൻ മുണ്ടെടുക്കാണ്ട് ഒരാള് ഇതാ മുണ്ടൊക്കെ മേടിച്ചിട്ട് ഇതാ അവിടെ വണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. എന്നാ കൊടുത്തോ, ആ മുണ്ടും കൊണ്ടുപോകണം. ഇതാരാണ്? അമ്മച്ചിയോ? എന്നെ അമ്മച്ചി വിളിക്കണ്ട കേട്ടോ. അമ്പലത്തിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കണേ. ഒങ്ങി വെച്ചത് അങ്ങനെ തന്നെ വെച്ചിരിക്കണ. ഇവിടെ ജഗ്ഗൂസ് മുണ്ടക്കൊടുത്തിട്ട് വന്നിരിക്കണ. കേറ്. അത്ര നേരം മുണ്ടക്കൊട് ഇവരേട്ടനും തന്നെ മുണ്ടെടുത്തിട്ടാണ് അമ്പലത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എടാ ചെരുപ്പ് തന്നെയാണ് മതിയാ? ആ മതി, കുഴപ്പമില്ല. എവിടെ കൊച്ചെവിടെ? ഓടാ ചെക്ക അവിടെ നിന്നിട്ട്. ടൈം വരെ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് എന്താ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുവിന് മുടി വെട്ടിക്കാൻ വേണ്ടി പഴനിക്ക് പോകണം. അതായത് തമിഴ്നാട് പഴനിയല്ല, അവിടെ കേരള പഴനി ഉണ്ട്. ആർക്കും അറിയില്ല അവിടെ കേരള പഴനി ഉള്ളത്. ഇല്ല ഇവിടെ അറിയാം എല്ലാവർക്കും. ഇവിടെ ഞങ്ങൾ ഉമ്മർത്തിരുന്നിട്ട് ഞങ്ങൾക്ക് അറിയില്ല. എന്താ കാര്യം ചോദിച്ചാൽ ഇതാണ് നമ്മുടെ കാര്യം. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണം. നമ്മുടെ കൊടുമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് പഴനി ഉണ്ട്. പഴനി അതെങ്ങനെയാ മേമ പറഞ്ഞത്? ചെറിയ പഴനി. പഴനിന്റെ മറ്റേ കൊടുമ്പിലെ പഴനി എങ്ങനെയാ പറഞ്ഞത്? അതായത് നമ്മുടെ കൊടുമ്പിലെ പഴനി അല്ല, ശരിക്കും തമിഴ്നാട് പഴനിക്ക് പോകാൻ പറ്റാത്തവർക്ക് ഇവിടേക്ക് പോകാന്നുള്ള ഒരു രീതിയിലുള്ള പഴനിയാണ്. അതെന്ന് വെച്ചാൽ അതിന്റെ ഐതിഹ്യം ഒരേപോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു നമ്മളിപ്പോ ശബരിമല അവിടെ ഉണ്ട്, ഇവിടെ ഒരു അമ്പലം ഉണ്ട്, അതുപോലെ ചെറിയ ശബരിമല ഉണ്ടാവും. അപ്പൊ അതുപോലുള്ള രീതിയാണ്. അപ്പൊ കൊടുമ്പിലെ അമ്പലത്തില് ആ ചെരുപ്പിടാൻ പറഞ്ഞു. അപ്പൊ ശരി കൊണ്ടുവരും. അപ്പൊ ആ പഴനിക്കാണ് പോണത്, നമ്മുടെ കൊടുമ്പിലെ പഴനി. ഞാനിതുവരെ കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ പോയിട്ടൊക്കെ ഉണ്ട് വേറെ കാര്യങ്ങളൊക്കെ, പക്ഷെ അതിൻ്റെതായ വശങ്ങൾ അറിയില്ല. അപ്പൊ നമ്മൾ ആ പഴനിയിലേക്ക് നമ്മുടെ കൊച്ചുവിനെ മുടി വെട്ടിക്കാൻ വേണ്ടി പോകണം. മുടി വെട്ടിക്കാൻ വേണ്ടി ഇരിക്കണം. അവൻ കണ്ട ആള് അയ്യോ പറഞ്ഞ് കാക്കും മുണ്ട് കാണാൻ ഒന്നും പറയണ്ട. ഇപ്പൊ എണിച്ചുള്ളൂ. നേരത്തെ ഇരിക്കുന്ന ആളാണ്. ഇന്നൊരവിടേക്ക് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പോഴേ വൈകി അണിച്ചിരിക്കണം. കൊച്ചുകുട്ടി. അപ്പൊ ഞങ്ങള് പഴനിയിലേക്ക് അങ്ങനെ പോകണവരെ മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ക്ലിയർ ആക്കട്ടെ. അപ്പൊ നമ്മളെ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ പോകണ ചോദിക്കാം. ഞങ്ങള് മുടി വെട്ടിക്കാൻ പോവാണ്. ഞങ്ങള് മുടി വെട്ടിക്കാൻ പോവാണ്. കോട്ട് വായിടുമ്പോ വായിക്ക് തിരികെ കൊടുത്തു കഴിഞ്ഞാലേ അവ അടക്കില്ലടാ. അപ്പോൾ ചേട്ടായിമാരെ നമ്മൾ പോകുന്ന വഴി ഇതാ ലുലു മാളാണ് കേട്ടോ കാണുന്ന, ഹൈവേ സൈഡിലാണ്. അപ്പം നമ്മളത് എങ്ങനെ നോക്കിക്കൊണ്ട് അത് വീഡിയോയിൽ പകർത്തിയിരിക്കണം അമ്മച്ചി.
ആ ഇതെന്താടാ മോഹൻലാൽ ഇറങ്ങും പോലെ ഇറങ്ങണേ പിച്ചിയും ചേട്ടനൊക്കെ ആയിട്ട്. ശരി കേട്ടോ കൊച്ചുകുട്ടി. അയ്യോ എന്നാ തല്ലൊന്നും ആദ്യം ഞങ്ങൾ പോയപ്പോ തൊഴിൽ ഒരു മണം വെച്ചോളൂ സാറേ. എനിക്ക് പോവാ. അല്ല അവന് വേണ്ട സ്ലൈഡ് ഫ്രീ പൊടിയിട്ടു. ജോലിയൊന്നും ഹൗസ് വൈഫ്. മുടിയുള്ള ഫോട്ടോ നോട്ടെ. എവിടെ ചിരിക്കടി ശരിക്കില്ല ഇതിന് മുടിയൊക്കെ പോട്ടാൻ പോകും കേട്ടോ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ നേർച്ച മുട്ട എന്നുള്ള ബോർഡ് കണ്ടു. ഉള്ളിലോട്ട് നമുക്ക് പോവാണ്, ടോക്കൺ എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ 53ാമത്തെ ടോക്കനും കിട്ടി. അപ്പോൾ ഓരോരുത്തരെ മുട്ടയടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ വെയിറ്റിംഗ് സമയം കൊണ്ട് ഞാനും ചെക്കും കൂടിയിട്ട് സൈഡിൽ പുഴ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഞങ്ങൾ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള അടിപൊളി ചങ്ങാടം കണ്ടു. ഒരമ്മ അതിലങ്ങനെ വരുന്നു. കുറേ പേര് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകാനുള്ള വെയിറ്റിങ്ങിൽ നിൽക്കണു. ഇത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാനുള്ളതാണ് അല്ല അതെ. ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണവർക്ക് വേണ്ടി വെച്ചിങ്ങനാണിത്. അമ്മ ഇതിങ്ങനെ അതാ ഞാൻ ചോദിച്ചു. ഞങ്ങള് വെച്ചത് വേറെ പാടിയാണ് പലക. ഇത് വന്നിട്ട് അത് വെള്ളം ഈ ഇടയ്ക്ക് വെള്ളം വന്നു അറിഞ്ഞില്ലേ, രാത്രിയല്ലേ വെള്ളം വന്നത്, അതിന് പോയത്. ഇതിപ്പോ പാലം പണി ചെയ്യുന്നുണ്ടല്ലോ. അവരിപ്പോ വെള്ളം വന്നപ്പോ തൽക്കാലം നിർത്തിയിട്ട് പോയിരിക്കുന്നു. അപ്പൊ തൽക്കാലം നിങ്ങൾ കൊണ്ടുപോയിട്ട് അതില് ടിന്നാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ ഇത്തിരി കുഴപ്പമില്ല. ഇത് ടിന്ന് നന്നായിട്ടുണ്ടല്ലോ അല്ലേ? ഇത് അവര് വന്ന് അവര് കൊണ്ടുപോകും. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി, അടിപൊളിയായിട്ട്. അയ്യോ ഞങ്ങൾക്ക് പലക വന്നു. പലക പറഞ്ഞാൽ വെറും പലക പലക മുള ടൂവില്. ഇതിപ്പോ ഞങ്ങൾ ഇപ്പോഴേ കിടക്കാൻ, ഞങ്ങളുടെ വീടൊക്കെ ഇവിടെയാണ്. നിറയെ വീടിനുള്ളിൽ ഇതില് കയറാൻ പാടാണ്, വെള്ളം കൂടിയ കയറാനും ഇറങ്ങാനൊക്കെ പാടാണ്. ഇപ്പൊ ഇത്തിരി വെള്ളം കമ്മിയല്ലേ, അപ്പൊ ഇത്തിരി ഇറങ്ങാനൊക്കെ വേണം. അതിന് ചളിയാണ് അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളത്തിലൊന്നും കളിക്കാൻ പാടില്ല. ശരി നടക്കുക. അങ്ങനെ ചങ്ങാടമൊക്കെ കണ്ടെത്തിയിരിക്കുന്ന സമയത്ത് ആ കടവിൽ നിറയെ നല്ല മീനുകൾ കണ്ടു കേട്ടോ. കുറേ നിന്നാ കാലിൽ കടിക്കും, മീന് കാലിൽ കടിക്കും പറഞ്ഞിട്ട് ഇറങ്ങി നോക്കുന്നുണ്ട്. പൂടാ മുടി പൂടാ. അതേമാതിരി നമ്മുടെ കൊച്ചു മുടി വെട്ടാൻ വേണ്ടി പോയില്ലേ? ഇല്ലടാ കൊച്ചോ, അവിടുത്തെ തന്നെ വെയിറ്റിങ്ങിലാണ്. കൊച്ചു വെയിറ്റിംഗ് ആണ്. അടുത്ത് ഞങ്ങൾ വെട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇല്ലടാ ചേട്ടായിമാര് കുട്ടികളൊക്കെ ഒരേ കരച്ചിലാണ്. നമ്മുടെ കൊച്ചു ഒന്നും കരഞ്ഞു. കൊച്ചു നോക്കടി, നമ്മുടെ കൊച്ചു ഒന്നും കരഞ്ഞില്ല. കൊച്ചു മുട്ടക്കുട്ടിയായിരിക്കാണ്. അപ്പം കൊച്ചിനെ നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും. ചന്ദനം മേടിക്കാനുള്ള ക്യൂ. ഇതാ കൊച്ചുകുട്ടി അടിപൊളിയായിട്ട് മുട്ടയൊക്കെ അടിച്ച് മുഖമൊക്കെ ചന്തക്കാരി. പോവാ വാ വാ വാ. ഇല്ല ചാത്തിയിട്ടില്ല.
അപ്പൊ നമ്മുടെ കൊച്ചു നല്ല അടിപൊളിയായിട്ട് മുട്ടക്കുട്ടിയായിട്ട് ചന്ദനമൊക്കെ തേച്ചിട്ടിരിക്കുകയാണ്. ഇല്ലേ കൊച്ചു? എവിടെ കൊച്ചു? ക്ഷീണിച്ചിട്ട് നിൽക്കണ്ട കൊച്ചു കൊച്ചു. അപ്പൊ ചേട്ടായിമാരെല്ലാം കഴിഞ്ഞ് നമ്മുടെ അമ്മച്ചി മേമയും അച്ഛനെ കൂടി വരുന്നുണ്ട്. നോക്കി വാ കൊച്ചുകുട്ടി. വണ്ടി പൂജക്ക് നിർത്തിയതേ ചാവി ആര്യോ ഇട്ട് കൊടുത്തേ. ആറവിടെ നിൽക്കുന്നു. അപ്പുറത്തൊക്കെ അയ്യോ വെള്ളമില്ലാത്തൊരു പുഴ എന്ന് പറയുമ്പോഴേക്കും സൈഡിൽ ഫുള്ളായിട്ട് വെള്ളം. അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറമുള്ള പാലമാണ്. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ഇഷ്ടപ്പെട്ട് നല്ല വണ്ടി എടുത്ത് വന്നു. വരുന്ന ഇടയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ഉച്ച സമയമായതുകൊണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഹോട്ടലിൽ ഞങ്ങൾ എല്ലാവരും കൂടി കയറി നല്ല സൂപ്പർ ഫുഡൊക്കെ അങ്ങോട്ട് കിട്ടി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു അടിപൊളിയായിട്ട്. അത് കഴിഞ്ഞും കൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ മെല്ലെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ.